ഹലോ, ഒരു സംശയം. ഇന്നൊരു ക്ലീനിങ് വീഡിയോ ആണേ. ആർക്കാണ് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടിരിക്കുന്ന വീട് ഇഷ്ടപ്പെടാത്തത്? എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. എല്ലാവരും പരമാവധി ശ്രമിക്കുന്നുണ്ടാവും അവരുടെ വീട് നല്ല ഭംഗിയായിട്ട് വയ്ക്കുക, എപ്പോഴും വൃത്തിയായിട്ട് വയ്ക്കുക. ഞാനും അത് ശ്രമിക്കാറുണ്ട്. എനിക്കും അങ്ങനത്തെ വീടുകൾ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എന്നും നമ്മളെ വീട് ഒന്നുപോലെ ഇരിക്കുമോ? എന്നും നമ്മളെ വീട് നമ്മളെ കണ്ണാടി പോലെ ഇങ്ങനെ തിളങ്ങി ഇരിക്കുമോ? ഒരു പൊടിയോ വലയോ മാറാലയോ അല്ലെങ്കിൽ സാധനങ്ങൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ആവേണ്ട പെർഫെക്റ്റ് ആയിട്ടുള്ള വീട് ഞാൻ കണ്ടിട്ടില്ല. അത്യാവശ്യം വൃത്തിയുള്ള വീട് തന്നെയാണ് എൻ്റെത്. പക്ഷേ ചില ദിവസങ്ങളുണ്ടാവില്ലേ, അതായത് നമുക്ക് മടി തോന്നും, നമുക്ക് ടയർഡ്നെസ് തോന്നും, അല്ലെങ്കിൽ നമ്മൾ തലേ ദിവസം എവിടെയെങ്കിലും വെളിയിൽ പോയിട്ട് ലേറ്റായിട്ട് വന്നു, ക്ഷീണിച്ച് വന്നു, ഇനി ഒന്നിനും വയ്യ, എല്ലാം നമുക്ക് നാളെ ചെയ്യാം എന്ന് വെച്ചാൽ നമ്മൾ നാളത്തേക്ക് മാറ്റി വയ്ക്കും. ഒന്നും അല്ലെങ്കിൽ ഒരു അവധി ദിവസമായിരിക്കും, നമ്മൾ റിലാക്സ് ചെയ്തൊന്ന് ലേറ്റായിട്ട് എണീക്കുന്നു, പിന്നെ പയ്യെ ചായയൊക്കെ കുടിച്ചിട്ട് ഇനി ജോലിയിലോട്ട് കടക്കാം എന്നൊക്കെ വിചാരിച്ച് നമ്മൾ ഇരിക്കുന്ന സമയങ്ങളുണ്ടാവുമല്ലോ. എനിക്കുണ്ട് അങ്ങനത്തെ ദിവസങ്ങൾ. അന്ന് കൃത്യമായിട്ട് എൻ്റെ വീട്ടിൽ ആരെങ്കിലും വിരുന്നുകാർ വന്നിരിക്കും. ആ സമയത്ത് തന്നെ ഏതെങ്കിലും ഫ്രണ്ട്സോ റിലേറ്റീവ്സോ കറക്റ്റായിട്ട് ആ ദിവസം അവിടെ എത്തും. അതെങ്ങനെയാണ് അവർ ആ ദിവസം തിരഞ്ഞെടുക്കണമെന്നുള്ള കാര്യം എനിക്ക് ഒരു പിടിയില്ല. കാരണം എത്രയോ ദിവസങ്ങൾ വീട് ഇത്ര ബ്യൂട്ടിഫുള്ളായിട്ട് നമ്മൾ എല്ലാ പണികളും ചെയ്തെല്ലാം കറക്റ്റായിട്ട് നീറ്റായിട്ട് വെക്കുന്ന ദിവസങ്ങളിൽ ഒരാളും വരില്ല. ഒരു കുഞ്ഞുങ്ങളും വരില്ല ആ ദിവസം. പക്ഷേ ഈ ദിവസം എങ്ങനെയെങ്കിലും ആൾക്കാർ അവിടെ എത്തിയിരിക്കും. പിന്നെന്താ, അവർ വരുമ്പോൾ പിന്നെ ഒരു സർക്കസ് ആണല്ലോ. കയ്യിൽ കിട്ടുന്ന സാധനങ്ങളെല്ലാം എടുത്ത് അവിടെ പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്ത് മാറ്റി അങ്ങോട്ട് ഒതുക്കി വയ്ക്കും. ആ ഒതുക്കി വെക്കണേൽ ഒരു സാമർഥ്യവും ഇല്ല. അത് പക്ഷേ പിന്നെ കണ്ടുപിടിക്കണം ഏത് സാധനം എവിടെ വെച്ചു. അതിലാണ് നമ്മളെ കറക്റ്റ് നമ്മളെ സാമർഥ്യം ഇരിക്കുന്നത് അതിലാണ്. പിന്നെ ചില ദിവസം എൻ്റെ വീട് ഇങ്ങനെ നീറ്റായിട്ട് ഇരുന്നിട്ട് ഞാൻ ഇങ്ങനെ റിലാക്സ് ചെയ്തിരിക്കുമ്പോൾ ഞാൻ വിചാരിക്കും, ആ ഗേറ്റിൻ്റെ അവിടെ പോയിട്ട് ഏതെങ്കിലും ചേച്ചിയോ മാമിയോ ആൻറ്റിയോ ആരെങ്കിലും അവിടെ നിന്ന് പോകുന്നുണ്ടെങ്കിൽ പറയാം, ഒന്ന് കയറി വരുമോ, ഒരു ചായ കുടിച്ചിട്ട് പോകാൻ നമുക്ക്. കാരണം വൃത്തിയടിക്കുമ്പോൾ ആരും വരാറില്ലല്ലോ. അലങ്കോലമായിട്ട് കിടക്കുമ്പോഴല്ലേ എല്ലാവരും കയറി വരുന്നത്. അങ്ങനെ എൻ്റെ പോലത്തെ ഒരു സിറ്റുവേഷൻ ആരെങ്കിലും ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഫേസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്കൊരു കൂട്ടുണ്ടല്ലോ എന്ന് സമാധാനിക്കാനാണ് കേട്ടോ. പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഇടയ്ക്ക് ഒരാളെ ശ്രദ്ധിച്ചിരുന്നോ? ഞാൻ തുണി വിരിക്കാൻ ടെറസിൽ പോയിരുന്നപ്പോൾ അവനാണ് ഇവൻ, സിംബ. നമ്മളെ റോട്ട് വീലറാണ്. ഭയങ്കര സ്നേഹമാണ്, ഭയങ്കര പ്രൊട്ടക്റ്റീവാണ്. ഇവൻ വിചാരിക്കുന്നുണ്ടാവും കുറേ ദിവസമായി അമ്മ ഇങ്ങനെ ഫോണും കൊണ്ട് അങ്ങോട്ട് പോകണു ഇങ്ങോട്ട് പോകണു, പക്ഷേ എൻ്റെ വീഡിയോ പിടിക്കണ ഒരു ലക്ഷണവും കാണുന്നില്ല. അപ്പം ഞാൻ തന്നെ സ്ക്രീനിലോട്ട് കയറി വരാം, സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. ബാക്കി വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ, ടേക്ക് കെയർ.